ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ദ്രാവിഡ പാർട്ടികൾ, അത് ഡി എം കെയിലോ അണ്ണാ ഡി എം കെയിലോ, വോട്ടർമാർക്ക് പല സൗജന്യങ്ങളും പ്രഖ്യാപിക്കും. പ്രഖ്യാപനം കൊണ്ട് കാര്യമില്ല. കേരളത്തിലൊക്കെ പലതും പ്രഖ്യാപിക്കും. പക്ഷേ പ്രഖ്യാപനങ്ങളൊക്കെ പ്രഖ്യാപനമായിട്ട് അവശേഷിക്കും. ഈ കഴിഞ്ഞ പൊങ്കലിൻ്റെ സമയത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ കാണേണ്ട രീതിയിൽ കാണുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതൊക്കെ വാങ്ങിച്ചതിന് ശേഷം ആളുകൾ അവർക്ക് സൗകര്യമുള്ളവർക്ക്, അവർക്ക് താല്പര്യമുള്ളവർക്ക് വോട്ട് കൊടുക്കുള്ളൂ. അത് വേറെ കാര്യം. ഈ 5000 രൂപ വെച്ച് വോട്ടർമാരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു എന്നുള്ള വിവരം സകല മാധ്യമങ്ങളിലും വന്നതാണ്. പക്ഷേ കേരളത്തിൽ ഏതെങ്കിലും ഒരു ദുരന്തരൻ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ കണ്ടു? അപ്പോൾ ഇതാര് അഴിമതി നടത്തുന്നു, അല്ലെങ്കിൽ ആരെങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ വാരിക്കോരി വിതരണം ചെയ്യുന്നതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ മാധ്യമങ്ങളുടെ പ്രതികരണശേഷി ഉണരുന്നതും അത് സ്വിച്ചിട്ട പോലെ ഓഫാകും. വിപ്ലവം ജനങ്ങളുടെ ഉത്സവമാണ് എന്നാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനായിരുന്ന സഖാവ് മാവോ സേതുങ് പറഞ്ഞു. മാവോയുടെ ഒരു പ്രധാനപ്പെട്ട സൂക്തമാണ് വിപ്ലവം ജനങ്ങളുടെ ഉത്സവമാണ് എന്നുള്ളത്. ഈ തെരഞ്ഞെടുപ്പും അതുപോലെ ജനങ്ങളുടെ ഒരു ഉത്സവമാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആഘോഷിക്കാനും ആനന്ദിക്കാനുമുള്ള ഒരു അവസരമാണെന്ന് ഈ ഡി എം കെയുടെ പരമോന്നത നേതാവായിരുന്ന കലൈഞ്ചർ കരുണാനിധിയും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണ് തമിഴകത്ത് വിപ്ലവകരമായ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്. പിന്നീട് സെൽവി ജയലളിതയും ഈ പുരട്ചി കലൈഞ്ചർ MGR ഒക്കെ അത് പിന്തുടർന്നു എന്നുള്ളതാണ് ചരിത്രം. ഇപ്പോൾ കലൈഞ്ചറിൻ്റെ മകനായിട്ടുള്ള സ്റ്റാലിനും അതേ പാതയിൽ തന്നെയാണ് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ദ്രാവിഡ പാർട്ടികൾ, അത് ഡി എം കെയിലോ അണ്ണാ ഡി എം കെയിലോ, വോട്ടർമാർക്ക് പല സൗജന്യങ്ങളും പ്രഖ്യാപിക്കും. പ്രഖ്യാപനം കൊണ്ട് കാര്യമില്ല. കേരളത്തിലൊക്കെ പലതും പ്രഖ്യാപിക്കും. പക്ഷേ പ്രഖ്യാപനങ്ങളൊക്കെ പ്രഖ്യാപനമായിട്ട് അവശേഷിക്കും. പക്ഷേ ഡി എം കെ അണ്ണാ ഡി എം കെ അങ്ങനെയല്ല. അവർ അധികാരത്തിൽ വരികയാണെങ്കിൽ നടത്താൻ പോകുന്ന പരിഷ്കാരങ്ങൾ പ്രഖ്യാപിക്കുക മാത്രമല്ല, അത് മുൻകൂട്ടി നടപ്പാക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് കലൈഞ്ചറുടെ ജന്മദിനത്തിൽ 5 കിലോ അരി വീതം വിതരണം ചെയ്യും. നമ്മുടെ നാട്ടിലാണെങ്കിൽ നടക്കും. കരുണാകരൻ്റെ ജന്മദിനത്തിന് 5 കിലോ അരി കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി? അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ജന്മദിനത്തിന് 5 കിലോ ഗോതമ്പ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഭയങ്കര കലാപൂട്ടം. പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും ചേർന്ന് അദ്ദേഹത്തെ നിർത്തിപ്പൊരിക്കും. തമിഴ്നാട്ടിൽ അങ്ങനെ യാതൊരു പ്രശ്നമില്ല. 5 കിലോ അരി കൊടുത്തു കഴിഞ്ഞാൽ അത് ഡി എം കെക്കാരും അണ്ണാ ഡി എം കെക്കാരും എല്ലാവരും ക്യൂ നിന്ന് മേടിക്കും. വീട്ടിൽ കൊണ്ടുവന്നിട്ട് കോഴിക്കിട്ട് കൊടുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അത് മേടിക്കാതിരിക്കില്ല. അതുപോലെ തെരഞ്ഞെടുപ്പ് വേളയിൽ കളർ TV പ്രഖ്യാപിക്കും. പ്രഖ്യാപിക്കുകയല്ല, കൊടുക്കുകയും ചെയ്യും. ചില പാർട്ടികൾ സാരി കൊടുക്കും, വേറെ ചിലർ ധോത്തി കൊടുക്കും, അല്ലെങ്കിൽ കളർ ടെലിവിഷൻ പ്രഖ്യാപിക്കും, പ്രഷർ കുക്കർ കൊടുക്കും. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് അഴിമതിയുടെ പരിധിയിൽ വരുമെന്ന് ചോദിച്ചാൽ വരും. പക്ഷേ തമിഴ്നാട്ടിൽ ഇതിനൊക്കെ ചില പ്രത്യേകമായ ആനുകൂല്യങ്ങളുണ്ട്. രാജ്യത്ത് വേറെ ഒരിടത്തും ഇല്ലാത്ത രീതിയിലുള്ള പല പരിഷ്കാരങ്ങളും നടക്കുന്ന സ്ഥലമാണ് തമിഴ്നാട്. പണ്ടുതൊട്ടേ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, യാതൊരു മാറ്റമില്ല. തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വല്ലതുമൊക്കെ കൈ കിട്ടുന്ന കാലമാണ്. ചിലർ കാശായിട്ട് കൊടുക്കും, ചിലർ സ്ത്രീ വോട്ടർമാരെ കണക്കാക്കിയിട്ട് ഇതുപോലെ പ്രഷർ കുക്കറായിട്ടും ഗ്യാസ് സിലിണ്ടറായിട്ടും അതല്ലെങ്കിൽ സാരിയായിട്ടും കൈനീട്ടമായിട്ടൊക്കെ കൊടുക്കും. അപ്പോൾ ഈ കലാപരിപാടി ഇപ്പോഴും അവിടെ അഭംഗുരം തുടരുന്നു എന്നുള്ളതിന് തെളിവ് കഴിഞ്ഞ പൊങ്കലിൻ്റെ സമയത്തായിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ കാണേണ്ട രീതിയിൽ കാണുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതൊക്കെ വാങ്ങിച്ചതിന് ശേഷം ആളുകൾ അവർക്ക് സൗകര്യമുള്ളവർക്ക്, അവർക്ക് താല്പര്യമുള്ളവർക്ക് വോട്ട് കൊടുക്കുള്ളൂ. അത് വേറെ കാര്യം. എന്നാലും അങ്ങനെയല്ല. നേതാക്കന്മാരുടെ വിചാരം ഈ പാവപ്പെട്ട വോട്ടർമാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അവർക്ക് അത് നന്ദി ഉണ്ടാകും, നമ്മുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യും, അങ്ങനെ അരശാങ്കത്തെ വിജയിപ്പിക്കും എന്നതാണ്. അരശാങ്കം എന്ന് വെച്ചാൽ ജനാധിപത്യം. അവിടെ അരശാങ്കം നടക്കുന്ന ഈ രീതിയിലാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റാലിൻ്റെ ഏറ്റവും പുതിയ പരിഷ്കാരം എന്ന് പറയുന്നത് സ്ത്രീ വോട്ടർമാരുടെ അക്കൗണ്ടിലേക്ക് 5000 രൂപ വീതം നിക്ഷേപിക്കുക എന്നുള്ളതാണ്. അത് വലിയൊരു വിജയമായി തീർത്തിരിക്കുകയാണ്. കാരണം ഇത് ഡി എം കെ അണ്ണാ ഡി എം കെ വ്യത്യാസമില്ലാതെ, CPI CPM വ്യത്യാസമില്ലാതെ, കോൺഗ്രസ് BJP ഭേദമില്ലാതെ എല്ലാ സ്ത്രീ വോട്ടർമാരുടെയും അക്കൗണ്ടിലേക്ക് 5000 ഉറുപ്പിക വെച്ച് കിട്ടിയിരിക്കുകയാണ്. 5000 രൂപയ്ക്ക് ഇന്നത്തെ കാലത്ത് വലിയ വിലയൊന്നുമില്ല, നമുക്കറിയാം. എന്നാലും പാവപ്പെട്ട സ്ത്രീകൾക്ക് അത് ചെറിയൊരു സഹായമായിരിക്കും. സാരി വാങ്ങിക്കാനായിട്ട്, അല്ലെങ്കിൽ ചാന്ത്, സോപ്പ്, ജീപ്പ്, കണ്ണടിയൊക്കെ മേടിക്കാനായിട്ട് ഉപയോഗിക്കാം. പുരുഷന്മാരുടെ അക്കൗണ്ടിലേക്ക് ഇടാത്തതെന്ന് വെച്ചാൽ കിട്ടിക്കഴിഞ്ഞാൽ കാശ് നേരെ ചാരായ ഷാപ്പിലേക്ക് പോകും എന്നുള്ളതുകൊണ്ടാണ്. ഈ 5000 രൂപ കുടുംബത്ത് ഉപയോഗിക്കാം. അപ്പോൾ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം അഴിമതിയുള്ള, കറപ്ഷനുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടെ ജുഡീഷ്യറിയിൽ വരെ അഴിമതിയാണ്. നമ്മുടെ ഹയർ ജുഡീഷ്യറിയിൽ അഴിമതി തുടങ്ങിയത് തന്നെ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നാണ്. സബോർഡിനേറ്റ് ജുഡീഷ്യറിയിൽ അഴിമതിയാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അഴിമതിയാണ്. അഴിമതി സ്ഥാപനവൽക്കരിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റേറ്റ് കുറവാണ്. നമ്മുടെ നാട്ടിലെ പോലെ പിടിച്ചാൽ കിട്ടാത്ത റേറ്റല്ല, ചെറിയ റേറ്റാണ്. പോലീസുകാരുടെ ആണെങ്കിലും എക്സൈസുകാരുടെ ആണെങ്കിലും ഒക്കെ.
പക്ഷേ കൈക്കൂലി കൊടുക്കാതെ ഒരു കാര്യം നടക്കുകയില്ല. കൈക്കൂലി ഇല്ലാതെ ആരും കണ്ണു തുറക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനത്തിൽ കൂടി പോകുന്ന ഒരു സംസ്ഥാനത്ത് വോട്ടർമാർക്ക് കൈക്കൂലി കൊടുക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ഞാൻ പറയാൻ വന്നത് ഇതിനെക്കുറിച്ചല്ല. ഈ 5000 രൂപ വെച്ച് വോട്ടർമാരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു എന്നുള്ള വിവരം സകല മാധ്യമങ്ങളിലും വന്നതാണ്. പക്ഷേ കേരളത്തിൽ ഏതെങ്കിലും ഒരു ദുരന്തരൻ ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ കണ്ടു? ഇതുപോലെ ഒരു പരിഷ്കാരം നേരത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ നടപ്പാക്കിയതാണ്. അന്ന് ഇതുപോലെ കുറേ സ്ത്രീകളുടെ അക്കൗണ്ടിൽ പൈസ വന്നു. അവരൊക്കെ BJP കൂട്ടിയിരുന്നു. BJP തോൽവിയുടെ വക്കിൽ നിന്ന് മധ്യപ്രദേശിൽ തിരിച്ചു വന്നു. സ്ത്രീകൾക്ക് ചില സഹായ സഹകരണങ്ങൾ, അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള വായ്പ എന്ന രീതിയിലാണ് അദ്ദേഹം കൊടുത്തത്. പിന്നെ ഈ സമീപകാലത്ത് നിതീഷ് കുമാറും ഇതേ പരിപാടി കാഴ്ചവെച്ചു. പുള്ളി 10000 രൂപ വെച്ചാണ് കൊടുത്തത്. ആ 10000 രൂപ കിട്ടിയ സ്ത്രീകളും അവരുടെ കുടുംബാംഗങ്ങളുമൊക്കെ ജനതാദൾ യുണൈറ്റഡിനും BJP കൂട്ടി. അങ്ങനെ അവരുടെ മുന്നണി അധികാരത്തിൽ വന്നു. നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രി. അന്നൊക്കെ ഇത് വലിയ അഴിമതിയാണ്, തെരഞ്ഞെടുപ്പ് അഴിമതിയാണ്, തെരഞ്ഞെടുപ്പിനെ പ്രഹസനമാക്കുകയാണ്, ഈ ഒറ്റ കാരണം കൊണ്ട് തെരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തണമെന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ടെലിവിഷൻ ചാനലുകാരും പത്രങ്ങളുമൊക്കെ അഭിപ്രായപ്പെട്ടു. പക്ഷേ അവർക്ക് ആർക്കും സ്റ്റാലിൻ ഇതുപോലൊരു കലാപരിപാടി ചെയ്തപ്പോൾ ആർക്കും ഒരു ആക്ഷേപമില്ല. എല്ലാവരും സ്റ്റാലിൻ എന്തൊരു മിടുക്കൻ, എന്തൊരു യോഗ്യൻ, ഇങ്ങനെയൊക്കെയല്ലേ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തേണ്ടത്, ഇങ്ങനെയല്ലേ ശക്തിപ്പെടുത്തുന്നത്, ഇങ്ങനെ ചെയ്യാതെ നമ്മുടെ ജനാധിപത്യം എങ്ങനെ നിലനിൽക്കും, എങ്ങനെ നമ്മൾ ഫാസിസത്തെ എതിർത്ത് തോൽപ്പിക്കും, എങ്ങനെ സാമ്രാജ്യത്വത്തെ ചെറുക്കും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതാര് അഴിമതി നടത്തുന്നു അല്ലെങ്കിൽ ആരെങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ വാരിക്കോരി വിതരണം ചെയ്യുന്നതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ മാധ്യമങ്ങളുടെ പ്രതികരണശേഷി ഉണരുന്നതും അത് സ്വിച്ചിട്ട പോലെ ഓഫാകുന്നു. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇത് കേൾക്കുന്ന ആളുകൾ അത്യാവശ്യം ബുദ്ധിയുള്ളവരാണെന്ന് അറിയാവുന്നതുകൊണ്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് യുക്തമായൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നാൽ മതി. ഏതായാലും തമിഴ്നാട്ടിലെ പോലെ മുഖ്യമന്ത്രിയുടെ ജന്മദിനത്തിന് 5 കിലോ അരി കിട്ടുന്ന, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സാരിയോ ചുരിദാർ കമ്മീസോ അടിവസ്ത്രങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം ഇതുവരെ ഉയർന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന പാർട്ടിയോ തോക്കുന്ന പാർട്ടിയോ കളർ ടെലിവിഷൻ വാങ്ങിച്ചു തരുന്ന പരിപാടി തുടങ്ങിയിട്ടില്ല. അത് വെച്ച് നോക്കുമ്പോൾ തമിഴ്നാടിനേക്കാൾ അല്പം കൂടി ഭേദപ്പെട്ട സംസ്ഥാനമാണ് കേരളം എന്നെനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നറിയില്ല.